നമസ്കാരം. പ്രധാന വാർത്തകൾ. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പ്രതിഷേധിച്ച് ഹർത്താലിന് ആഹ്വാനം ചെയ്ത LDF നിലപാടിനെ ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി രംഗത്ത്. തന്റെ അമ്മയെ കൊലപ്പെടുത്തിയത് പിതാവായ ബിജു രാധാകൃഷ്ണനാണെന്ന് 11 വയസ്സുള്ള കുട്ടി കോടതിയിൽ മൊഴി നൽകി. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ കവിതാ പിള്ളയെ 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വാർത്തകൾ വിശദമായി. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പ്രതിഷേധിച്ച് ഹർത്താലിന് ആഹ്വാനം ചെയ്ത LDF നിലപാടിനെ ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി രംഗത്ത്. ഹർത്താൽ ആർക്കു വേണ്ടിയാണെന്ന് വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അതേസമയം ഹർത്താലിനെതിരെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനവും ഉന്നയിച്ചു. ഹർത്താൽ ആർക്ക് വേണ്ടിയാണെന്നും എന്തിനു വേണ്ടിയാണെന്നും LDF വ്യക്തമാക്കണമെന്നും ഇന്നല്ലെങ്കിൽ നാളെ CPM ഇതിൽ ദുഃഖിക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ കർഷകരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട ഏക നേതാവാണ് VS അച്യുതാനന്ദനെന്നും VS കൂടി പങ്കെടുത്ത യോഗത്തിലാണ് LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹർത്താൽ മൂലം 900 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നത്തെ ഹർത്താൽ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി എന്ന് അവർ കേരളത്തിലെ ജനങ്ങളോട് വ്യക്തമാക്കേണ്ടിയിരിക്കും. കേരളത്തിലെ ജനങ്ങളെ ഒരു ദിവസം ബന്ദിയാക്കുന്ന ഈ സമരം നടത്തരുത് എന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഹർത്താല് ഒരു ദിവസം കേരളത്തിന് നഷ്ടം 900 കോടി രൂപയാണ്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് വേണം കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കാനെന്നും ചർച്ച കൂടാതെ റിപ്പോർട്ട് നടപ്പിലാക്കരുതെന്നും കാട്ടി CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തനിക്ക് കത്ത് നൽകിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പിണറായിയുടെ ആവശ്യം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഉറപ്പു നൽകിയതാണെന്നും പിന്നീട് എന്തിനാണ് ഈ ഹർത്താലെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലും കുടിയിറക്കില്ലെന്നും മറ്റ് ജീവനോപാധികൾക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി പറഞ്ഞു. അതേസമയം ഹർത്താലിനെതിരെ ഹൈക്കോടതിയും രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. ഹർത്താൽ നടത്തുന്നവർ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. തന്റെ അമ്മയെ കൊലപ്പെടുത്തിയത് പിതാവായ ബിജു രാധാകൃഷ്ണനാണെന്ന് 11 വയസ്സുള്ള കുട്ടി കോടതിയിൽ പറഞ്ഞു. രശ്മി വധക്കേസിന്റെ വിചാരണയ്ക്കിടെയാണ് കുട്ടി ബിജു രാധാകൃഷ്ണനെതിരെ മൊഴി നൽകിയത്. സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണനും മാതാവ് രാജമ്മാളും പ്രതികളായ രശ്മി വധക്കേസിലെ വിചാരണ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തുടങ്ങി. കേസിലെ 2 മുതൽ 5 വരെ സാക്ഷികളായ രശ്മിയുടെ പിതാവ് പരമേശ്വരൻ പിള്ള, മാതാവ് ശാരദ പരമേശ്വരൻ, സഹോദരി രേഖ പരമേശ്വരൻ, രശ്മി ബിജു ദമ്പതികളുടെ മൂത്ത മകൻ എന്നിവരുടെ വിസ്താരമാണ് നടന്നത്. 1ാം സാക്ഷിയായ രശ്മിയുടെ അമ്മാവൻ ജീവിച്ചിരിപ്പില്ല. ഭാര്യ രശ്മിക്ക് മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം വലിച്ചിഴച്ച് കുളിമുറിയിലെത്തിച്ച് ബിജു ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മദ്യം നൽകുന്നതിനും വലിച്ചിഴക്കുന്നതിനും രശ്മിയുടെ മൂത്ത മകൻ സാക്ഷിയായിരുന്നു. സോളാർ തട്ടിപ്പ് കേസിൽ കാക്കനാട് ജയിലിൽ കഴിയുന്ന ബിജു രാധാകൃഷ്ണനെ വിചാരണാ ദിവസങ്ങളിൽ ജില്ലാ ജയിലിൽ പാർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കോടതിയിലും ജയിലിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. കൊലപാതകം, സ്ത്രീപീഡനം, തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങൾക്ക് പുറമെ മൂത്ത മകനെ മർദ്ദിച്ചതിനും ബിജുവിനെതിരെ കേസുണ്ട്. സ്ത്രീപീഡനം, തെളിവ് നശിപ്പിക്കൽ, കൂട്ടുനിൽക്കൽ എന്നിവയാണ് രാജമ്മാളിനെതിരെ ചുമത്തിയിരിക്കുന്നത്. രാജമ്മാൾ ജാമ്യത്തിലാണ്. കുളക്കടയിൽ ബിജു രാധാകൃഷ്ണന്റെ വീട്ടിൽ 2006 ഫെബ്രുവരി 3 രാത്രിയിലാണ് രശ്മി കൊല്ലപ്പെട്ടത്. കൊല്ലം ക്രൈംബ്രാഞ്ച് DYSP CG സുരേഷ് കുമാറിനാണ് അന്വേഷണ ചുമതല. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ കവിതാ പിള്ളയെ 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് കവിതാ പിള്ളയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് ഉത്തരവായത്. പുഷ്പഗിരി, കിംസ്, അമല, അമൃത മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി 6 കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാവിലെ കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ കവിതാ പിള്ളയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു തരണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു നൽകാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. ഇനിയൊരു ഇടവേള. വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാടിത പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ് ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം. വാർത്തകൾ തുടരുന്നു.
കരിപ്പോട് തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര ഉദയാസ്തമയ ഉത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം കണ്ണൻ അന്തിതിരിയൻ ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി പ്രസിഡന്റ് സത്യൻ പൂച്ചക്കാട് അധ്യക്ഷനായിരുന്നു. 10ാം തരത്തിലും +2വിലും ഉന്നത വിജയം നേടിയ ക്ഷേത്രപരിധിയിലെ സമുദായാംഗങ്ങളുടെ മക്കൾക്കുള്ള അവാർഡ് വല്യച്ഛൻ കുഞ്ഞിക്കണ്ണൻ കോമരം വിതരണം ചെയ്തു. സ്ഥാനികരായ കുഞ്ഞിക്കണ്ണൻ കോമരം, കുഞ്ഞമ്പു കോമരം, തോക്കാനം, നമ്പി ഊരാളൻ മുതിയക്കാൽ, ചന്തു കാരണവർ വെളുത്തോളി എന്നിവരെ ആദരിച്ചു. കർണാടക മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ സബ് ഇൻസ്പെക്ടർ ശിവശങ്കറിനെയും ആദരിച്ചു. 2014 കലണ്ടർ മാതൃസമിതി പ്രസിഡന്റ് പത്മാവതിക്ക് നൽകി ഭരണസമിതി സെക്രട്ടറി കൃഷ്ണൻ പ്രകാശനം ചെയ്തു. KTK നിർവാഹക സമിതി അംഗം ചന്ദ്രൻ വെടിത്താക്കാൽ, ചന്ദ്രൻ നാലപ്പാടം, സി തമ്പാൻ, കെ കുഞ്ഞിരാമൻ, സുകുമാരൻ താനൂർ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി കൃഷ്ണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സുകുമാരൻ നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില പവന് 240 രൂപ താഴ്ന്നു. ഇതോടെ പവൻ വില 22,560 രൂപയിലെത്തി. ഗ്രാമിന് 30 രൂപ താഴ്ന്ന് 2,820 രൂപയായി. അന്താരാഷ്ട്ര വിപണിയിൽ 1 ട്രോയ് ഔൺസ് സ്വർണത്തിന് $1,274 വില താഴ്ന്നിട്ടുണ്ട്. സിറ്റി ഗോൾഡ് സംഘടിപ്പിച്ച ബ്രൈഡൽ ഫെസ്റ്റിവൽ വിജയികളായവർക്ക് വ്യാപാരി പ്രസിഡന്റ് യൂസഫ് ഹാജി സമ്മാനദാനം നിർവഹിച്ചു. ശ്രദ്ധേയമായ ഒരു വലിയ ഉപഭോക്തൃ സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിച്ചത് അവരുടെ സത്യസന്ധമായ ബിസിനസ്സിൻ്റെ പോളിസി ഒന്നുകൊണ്ട് മാത്രമാണ്. യാതൊരു സംശയമില്ല. പ്രത്യേകിച്ചിട്ട് ഈ സ്വർണ്ണക്കടയെ സംബന്ധിച്ചിട്ട് ആളുകൾക്കുണ്ടായ ധാരണകളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് വിശ്വാസ്യതയിൽ കൂടി നേടിയെടുത്ത വലിയ ഒരു സമൂഹത്തെ വാസ്തവമായി ബന്ധപ്പെടുത്താൻ അവരുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഫാഷൻ ഡിസൈൻ എന്ന് പറയുന്നത് ആഭരണങ്ങൾ കൂടി വാസ്തവത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് സിറ്റികളോട് ഇത് വാസ്തവത്തിൽ രംഗത്ത് വരുത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനവും അതുമായി ഉള്ള സഹകരണവും കൊണ്ട് ഇവിടെ നടന്ന ലളിതമായ ചടങ്ങ് പ്രോജ്വലമായി തീർന്നത് തന്നെ സിറ്റി ഗോൾഡ് ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയമാകുന്ന മാണിക്യ കൊട്ടാരത്തിലാണ് അവർക്ക് സ്ഥാനമുള്ളത് എന്നൊരു കാര്യം സംശയമില്ല. അതുകൊണ്ട് പറയുന്നില്ല, മേലിലും നിങ്ങളുടെ സഹകരണമാണ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. സത്യസന്ധനായ ദീർഘദൃഷ്ടിയുള്ള സാമൂഹ്യ പ്രവർത്തനത്തിന് പ്രതിബദ്ധതയുള്ള ഇതിന്റെ പാർട്ട്ണർമാരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത്. അവരുമായി പൂർണ്ണമായി സഹകരിക്കാൻ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയുടെ വികസനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച റോഡ് ഹർത്താൽ. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഹർത്താൽ. പാൽ, പത്രം, ആസ്പത്രി വാഹനങ്ങൾ എന്നിവയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി. മറ്റു വാഹനങ്ങൾ നിരത്തിലിറങ്ങാതെ ഹർത്താലുമായി സഹകരിക്കണമെന്ന് കർമ്മസമിതി ഭാരവാഹികൾ അറിയിച്ചു. ചെങ്കള സർവീസ് സഹകരണ ബാങ്കിൻ്റെയും കാസർഗോഡ് സർക്കിൾ സഹകരണ യൂണിയൻ്റെയും നേതൃത്വത്തിൽ സഹകരണ വാരാഘോഷം ജില്ലാതല സമാപനം ബുധനാഴ്ച ചെങ്കള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. 10 സെമിനാർ പി രാഘവൻ ഉദ്ഘാടനം ചെയ്യും. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ പി ദിവാകരൻ അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പ്രതിഷേധിച്ച് ഹർത്താലിന് ആഹ്വാനം ചെയ്ത LDF നിലപാടിനെ ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി രംഗത്ത്. തന്റെ അമ്മയെ കൊലപ്പെടുത്തിയത് പിതാവായ ബിജു രാധാകൃഷ്ണനാണെന്ന് 11 വയസ്സുള്ള കുട്ടി കോടതിയിൽ മൊഴി നൽകി. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ കവിതാ പിള്ളയെ 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.